പ്രവീൺ പൂർവാർദ്ധ് ഫസ്റ്റ് പേപ്പറിൽ നമുക്ക് പഠിക്കാനുള്ള നാടകമാണ് സ്കന്ദഗുപ്ത്. അതിലെ ടിപ്പണിയാണ്, രണ്ടാമത്തെ ടിപ്പണിയാണ് കുമാരഗുപ്ത്. കുമാരഗുപ്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. चंद्रगुप्त द्वितीय विक्रमादित्य के मृत्यु के बाद कुमारगुप्त सिंहासन पर बैठा. ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ രണ്ടാമൻ്റെ മരണശേഷം കുമാരഗുപ്തൻ സിംഹാസനത്തിലേറി. अपने पिता के समान ही वीर और രാജകാര്യ में കുശലത. അദ്ദേഹം തൻ്റെ പിതാവിനെ പോലെ തന്നെ വീരനും കഴിവുറ്റൊരു ഭരണാധികാരിയും ആയിരുന്നു. ഉസ്നെ അശ്വമേധ യജ്ഞ കിയ. കുമാരഗുപ്തൻ അശ്വമേധ യജ്ഞവും നടത്തി. कुमारगुप्त की प्रशंसा में इन्हीं के आधार पर जयशंकर प्रसाद जी ने स्कंदगुप्त के मुख से अपने पिता को परम भट्टारक महाराजाधिराज अश्वमेध पराक्रम ശ്രീ കുമാരഗുപ്ത് മഹേന്ദ്രാദിത്യ കഹൽവായാത. അതായത് അദ്ദേഹം കഴിവുറ്റൊരു ഭരണാധികാരിയായിരുന്നു, അശ്വമേധ യജ്ഞങ്ങൾ നടത്തിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ജയശങ്കർ പ്രസാദ് സ്കന്ദഗുപ്തനെ കൊണ്ട് തൻ്റെ പിതാവിനെക്കുറിച്ച് വരം ഭട്ടാരക് മഹാരാജാധിരാജ് അശ്വമേധ് പരാക്രം ശ്രീ കുമാരഗുപ്ത് മഹേന്ദ്രാദിത്യ എന്ന് പറയിപ്പിച്ചത്. കുമാരഗുപ്തിനെ ലഘുഭഗ് 42 വർഷത്തക്ക് ശാസൻ കിയ. ഏകദേശം 42 വർഷത്തോളം കുമാരഗുപ്തൻ ഭരണം നടത്തി. उसके अपने जीवन में कम से कम 2 अश्वमेध किए. इसका प्रमाण उस समय पाए जाने वाले सिक्कों से मिलता है. അദ്ദേഹം തൻ്റെ ജീവിത കാലഘട്ടത്തിൽ കുറഞ്ഞത് 2 അശ്വമേധ യജ്ഞങ്ങളെങ്കിലും ചെയ്തിട്ടുണ്ട്. ഇതിനുള്ള തെളിവ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ നാണയങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. സിക്ക എന്ന് പറഞ്ഞാൽ നാണയം. കുമാരഗുപ്ത് മഗധ് സാമ്രാട്ട് ഹെ സ്കന്ദഗുപ്ത് കെ പിതാ ഹെ. കുമാരഗുപ്തൻ മഗധ ചക്രവർത്തിയാണ്, സ്കന്ദഗുപ്തൻ്റെ പിതാവാണ്. ഇസ് നാടകമേ വേ ഏക് ഹി ദശാമേ ഹമാരെ സാമനെ ആത്തെ ഹെ. ഈ നാടകത്തിൽ ഒരേ ഒരു അവസ്ഥയിൽ ഒരേ ഒരു പ്രാവശ്യം മാത്രമേ അദ്ദേഹം നമ്മുടെ മുൻപിൽ വരുന്നുള്ളൂ. സത്ത ബനായെ രഖ്നെ കെ ലിയെ വേ പ്രയത്നശീൽ ഹേ. അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. പർ വേ വിലാസി പുരുഷ ഹേ. എന്നാൽ അദ്ദേഹം സുഖലോലുപനാണ്. ദേവകി മഗധ് സാമ്രാട്ട് കുമാരഗുപ്തക്ക് ബെഡി റാണി ഹേ. സ്കന്ദഗുപ്തക്ക് മാതാ ഹെ. ദേവകി മഗധ ചക്രവർത്തിയായ കുമാരഗുപ്തൻ്റെ മൂത്ത റാണിയാണ്, സ്കന്ദഗുപ്തൻ്റെ അമ്മയുമാണ്. മഹാരാജ് കുമാരഗുപ്തക്ക് ചോട്ടി റാണി അനന്തദേവി ഹെ. മഹാരാജാവായ കുമാരഗുപ്തൻ്റെ രണ്ടാമത്തെ റാണി അല്ലെങ്കിൽ ഇളയ റാണിയാണ് അനന്തദേവി. അപ്പനെ പതി പുത്ര ദോനോങ്കെ പതൻക മുഖ്യ കാരൻ വഹി ഹെ. ഭർത്താവിൻ്റെയും പുത്രൻ്റെയും രണ്ടുപേരുടെയും പതനത്തിന് കാരണവും അനന്തദേവി തന്നെയാണ്. അനന്തദേവിയുടെ മകനാണ് പുരഗുപ്തൻ. പുരഗുപ്തൻ്റെയും രാജാവിൻ്റെയും പതനത്തിന് കാരണം അനന്തദേവി തന്നെയാണ്. കുമാരഗുപ്ത് अपने शासनकाल का आधा समय विलासिता में ही बिताता रहा. കുമാരഗുപ്തൻ തൻ്റെ ഭരണത്തിൻ്റെ പാതി സമയവും സുഖഭോഗത്തിന് വേണ്ടിയാണ് ചെലവഴിച്ചു കൊണ്ടിരുന്നത്. ഉസ്കി ഇസ് കംസോരി ക അനന്തദേവി ഉപയോഗ കർത്തി ഹെ. അദ്ദേഹത്തിൻ്റെ ഈ ദൗർബല്യം അനന്തദേവി ഉപയോഗപ്പെടുത്തുന്നു. ഘർമേ ഫൂട്ട് ഡാൽത്തി ഹെ ഔർ സാമ്രാജ്യ ശക്തി കോ ക്ഷീൺ കർത്തി ഹെ. അന്തഃപുരത്തിൽ ആഭ്യന്തര ലഹളയുടെ വിത്ത് പാകുന്നു, സാമ്രാജ്യ ശക്തിയെ ക്ഷയിപ്പിക്കുന്നു. ഖർ വിലാസി വഹ് വിലാസി സാമ്രാട്ട് കോ നൃത്യ ഗാൻ അവർ മദിരാമേ ലീൻ രഖത്തി ഹെ. സുഖലോലുപനായ ചക്രവർത്തിയെ എല്ലായ്പ്പോഴും നൃത്തത്തിലും ഗാനത്തിലും മദ്യത്തിലും മുഴുകിപ്പിക്കുന്നു. രാജാക്കോ മദിര മേ മസ്ത് കർക്കെ ഘോർ രാത് മേ ഭടാർക്ക് അവർ ബൗദ്ധ കാപാലിക സെ മിൽത്തി ഹെ. മഹാരാജാവിനെ മദ്യലഹരിയിൽ ആഴ്ത്തിയ ശേഷം അർദ്ധരാത്രിക്ക് ഭടാർക്കനെയും ബൗദ്ധ കാപാലികനെയും കാണുന്നു. അപ്പനെ പതിക്ക് ഹത്യ കർവാത്തി ഹെ. അവരുമായി ചേർന്ന് തൻ്റെ ഭർത്താവിനെ കൊല്ലിക്കുന്നു. വൃദ്ധ സാമ്രാട്ട് യൗവൻ സെ ഭരി അനന്തദേവിക്ക് ഇഷാരെ പർ നാച്ചത്തെ ഹെ. വൃദ്ധനായ ചക്രവർത്തി യൗവനയുക്തിയായ അനന്തദേവിയുടെ ഇംഗിതത്തിനൊത്ത് നൃത്തം ചെയ്യുന്നു. ഭഗവാൻ കി പൂജ കെ ലിയെ ചൽന ഹെ തോ പാരസിക് നർത്തകിയോ കെ ആനെ കി ബാത്ത് സുൻകർ രുക് ജാത്തെ ഹെ. ഈശ്വര പൂജയ്ക്ക് പോകുമ്പോൾ പോലും പാരസി നർത്തകിമാർ വരുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ അദ്ദേഹം നിൽക്കുന്നു. उसकी विषय विह्वलता के कारण महादेवी देवकी को आग्रहों का समुचित पालन नहीं करता. അദ്ദേഹത്തിൻ്റെ ഈ വിഷയവിഹ്വലത കൊണ്ട് തന്നെയാണ് മഹാദേവിയായ ദേവകിയുടെ ആഗ്രഹങ്ങൾ സമുചിതമായി പാലിക്കാൻ കഴിയാതെ പോയത്.
കുമാരഗുപ്തമേ വിനോദ സ്വഭാവ भी है. കുമാരഗുപ്തനിൽ നർമ്മ സ്വഭാവവും ഉണ്ട്. धातुसेन से बातचीत करते समय कहता है तुम्हारी लंका में अब राक्षस नहीं बसते. ധാതുസേനോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, നിന്റെ ലങ്കയിൽ ഇപ്പോൾ രാക്ഷസന്മാർ വസിക്കുന്നില്ലേ. അതായത് സിംഹളദ്വീപിലെ രാജകുമാരനാണ് धातुसेन. धातुसेन कहता है कि स्त्री की मंत्रणा बड़ी अनुकूल और उपयोगी होती है. ധാതുസേനൻ പറയുന്നു, സ്ത്രീയുടെ ഉപദേശം വളരെ അനുകൂലവും ഉപയോഗപ്രദവുമാണ്. ഇസിലിയെ ദുഹായിയേക്ക് സ്ത്രീക്കോ മന്ത്രി ആപ്പ് ഭി ബനാലെ. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയായ മന്ത്രിയെ താങ്കളും സ്വന്തമാക്കിയാലും. ബെഡെ ബെഡെ ദാടി മൂഞ്ചം വാലെ മന്ത്രിക്ക് ബദലെ ഉസ്കോ ഏകാന്ത മന്ത്രണ കല്യാൺ കാരണി ഹോഗി. വലിയ വലിയ താടിയും മീശയുമൊക്കെയുള്ള മന്ത്രിമാരുടെ ഉപദേശത്തേക്കാൾ അവരുടെ ഏകാന്തതയിലുള്ള ഉപദേശം കൂടുതൽ പ്രയോജനപ്രദമാകും. ഇസ് പർ കുമാരഗുപ്ത് ഹസ്തേ ഹുവേ कहता है. ഇത് കേട്ട കുമാരഗുപ്ത് ചിരിച്ചുകൊണ്ട് പറയുന്നു, ലേക്കിൻ പൃഥ്വിസേൻ തോ മാൻതേ ഹി നഹി. എന്നാൽ പൃഥ്വിസേനൻ അത് സമ്മതിക്കുന്നതേയില്ല. പൃഥ്വിസേനൻ എന്ന് പറയുന്നത് കുമാരഗുപ്തൻ്റെ മന്ത്രിയാണ്. गुप्त साम्राज्य के अस्त होते हुए सूर्य का क्षीण प्रकाश है കുമാരഗുപ്ത. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ പ്രതാപത്തിൻ്റെ അസ്തമയമാകുന്ന ക്ഷീണിച്ച പ്രകാശമാണ് കുമാരഗുപ്തൻ. അതായത് പ്രഭാവശാലിയായ ഒരു സാമ്രാജ്യമായിരുന്നു ഗുപ്ത സാമ്രാജ്യം. അത് പതുക്കെ ക്ഷയിച്ച് കുമാരഗുപ്തൻ അതിൻ്റെ ക്ഷീണിച്ച പ്രകാശമായി അല്ലെങ്കിൽ ക്ഷയിച്ച രൂപമായി മാറിയിരിക്കുന്നു.